നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദം വാർത്തകളിൽ ചൂടുപിടിച്ച് നിൽക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകളുമായി അയൽവാസികൾ. ഗോപൻ സ്വാമി മുമ്പ് അറിയപ്പെട്ടിരുന്നത് മണിയൻ എന്ന പേരിലാണെന്നും അദ്ദേഹം ആദ്യം നെയ്ത്തുവേലയും പിന്നീട് ചുമട്ടുതൊഴിലും ചെയ്തിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് നെയ്ത്ത് തൊഴിൽ ചെയ്തത്. പിന്നീട് ചുമട്ടുതൊഴിലാളിയായി. ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. AITUC യൂണിയനിലായിരുന്നു ആദ്യം അംഗത്വമെങ്കിലും പിന്നീട് BMSലേക്ക് മാറി. ആറാലുമൂട് ചന്തയ്ക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. 20 വർഷം മുമ്പാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിന് പുറത്തായി 5 വർഷം മുമ്പ് സമാധി പീഠവും ഒരുക്കിയിരുന്നു. അദ്ദേഹത്തെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന മധു എന്ന മുൻ അയൽവാസി മറുനാടനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യത്തെ പേര് മണിയൻ എന്നായിരുന്നു. ഗോപൻ സ്വാമി എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയപ്പെടുന്നത്. അനിയൻ്റെ പേര് സദാനന്ദൻ. അനിയൻ മരിച്ചു. മണിയൻ ചുമട്ടുതൊഴിലാളിയായിരുന്നു ആറാലുമൂട്. നേരത്തെ കൂലിപ്പണിയായിരുന്നു. പിന്നീടാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാറിയത്. ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് ഗോപൻ സ്വാമി ആറാലുമൂട്ട് മാർക്കറ്റിന് സമീപത്ത് നിന്ന് ഇപ്പോഴത്തെ താമസ സ്ഥലത്തേക്ക് മാറിയത്. ഇങ്ങോട്ട് വന്നതിന് ശേഷം കാണുമ്പോൾ അണ്ണാന്ന് വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. വലിയ കാര്യമൊക്കെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 3-4ാമത്തെ വീടാണ്. അന്നൊക്കെ നല്ല വ്യക്തിയായിരുന്നു. അന്ന് ക്ഷേത്രവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്. പേരെങ്ങനെയാണ് മാറിയത് എന്നറിയില്ല. കോവിലുമായി ബന്ധപ്പെട്ടായിരിക്കും. മക്കളെയൊക്കെ കൊച്ചിയിലെ മാത്രമേ അറിയൂ. വളർന്നതിന് ശേഷം അറിയില്ല. സമാധി ഇരുത്തിയത് തെറ്റായ ഭാഗമാണ്. നാട്ടുകാരെയൊക്കെ അറിയിക്കണമായിരുന്നു. സമാധി ഇരിക്കുമ്പോൾ ജനങ്ങളെല്ലാം വരുമല്ലോ കാണാൻ വേണ്ടി. അത് തെറ്റായ ഭാഗമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടുകാരെയെങ്കിലും അറിയിക്കാമായിരുന്നു അച്ഛൻ മരിച്ചു, സമാധിയായെന്ന്. അത് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല എന്നും മധു പറഞ്ഞു. അതേസമയം 2 ദിവസം മുമ്പ് ഗോപൻ സ്വാമിയുടെ വീട്ടിൽ പോയിരുന്നുവെന്ന് പരിസരവാസി സുകുമാരൻ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ഗോപൻ സ്വാമിയെ വർഷങ്ങളായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോപൻ സ്വാമിയുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണില്ലെന്ന് ഭാര്യയും മകനും പറഞ്ഞെന്നും സുകുമാരൻ വ്യക്തമാക്കി. ഗോപൻ സ്വാമിക്ക് 3 മക്കളുണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി. ഞാൻ ഒരു ദിവസം ഗോപൻ സ്വാമിയെ അന്വേഷിച്ചു ചെന്നു. കണ്ണ് കണ്ടുകൂടെന്ന് ഭാര്യയും മോനും പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ണ് കണ്ടുകൂടെങ്കിൽ ഗോപൻ സ്വാമിക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അപ്പോൾ കണ്ണ് തുറന്നിരിക്കാം. ശിവൻ കണ്ണ് തുറന്നു കൊടുത്തിരിക്കും. പണിക്ക് പോയപ്പോൾ പോസ്റ്റർ കണ്ടു. അപ്പോഴാണ് മരിച്ചെന്ന് അറിഞ്ഞത്. ഇപ്പോഴും ആ പോസ്റ്ററുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയില്ല മരിച്ചോ മരിച്ചില്ലയോ എന്ന്. സമാധിയാക്കിയെന്ന് പറഞ്ഞു. ആൾ അതിനകത്തുണ്ടോ എന്ന് അറിയില്ല. കണ്ണ് കണ്ടുകൂടാത്തയാൾ എങ്ങനെ നടന്നവിടെ പോയി എന്ന് അദ്ദേഹം ചോദിച്ചു. ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നുവെന്നും നാട്ടുകാരെ കാണാൻ അനുവദിച്ചിരുന്നില്ലെന്നും അയൽവാസികൾ പറയുന്നു. ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു. പിന്നെയുള്ള 2 ആൺമക്കളിൽ ഇളയാൾ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി. രക്തസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു ഗോപൻ സ്വാമി കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു. സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് 3 ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി ഗോപൻ സ്വാമി ആശുപത്രിയിൽ പോയത്. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്ന് മക്കൾ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30 അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു. ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. എങ്ങനെയാണ് ഗോപൻ മരിച്ചതെന്ന് കുടുംബം വിശദീകരിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തുടർ നടപടി നിർത്തിവെക്കാമെന്നും അല്ലാത്തപക്ഷം സ്ലാബ് തുറക്കുന്നത് സംബന്ധിച്ച നടപടിയിൽ ഇടപെടില്ലെന്നും കോടതി വ്യക്തമാക്കി. കുടുംബത്തിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് CS ഡൈസാണ് കേസ് പരിഗണിച്ചത്.